Welcome to Tasty Buds. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക ഉപ്പേരി അല്ലെങ്കിൽ കൂർക്ക തോരൻ എന്ന് പറയും. ഞങ്ങളെ അവിടെയൊക്കെ പറയുക കൂർക്ക ഉപ്പേരി എന്നാണ് പറയുക. പിന്നെ ഇത് അധികം വാങ്ങാൻ പലർക്കും മടിയാണ്, കാരണം ഇത് തൊലി കളഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ തൊലി കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഈ കൂർക്ക കുറച്ച് കട്ടിയുള്ള കവറിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമുക്ക് അത് ചെയ്യുന്ന കാണാം. ഞാനിത് നല്ലോണം അടിക്കുകയാണ്. കവറിലിട്ടിട്ട് നന്നായി അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് ഈ കൊട്ടയിലേക്കൊന്ന് കൊട്ടി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാൻ കണ്ട ആ കവറിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഇപ്പോൾ അതിന് തൊലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൊലി കളയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാണ്. ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇതിൻ്റെ തൊലി ഇളകി കിട്ടും. നമുക്കത് എളുപ്പത്തിൽ തോരൻ വെക്കാനും പെട്ടെന്ന് അത് നന്നാക്കി എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ കൂർക്ക തൊലി കളയുന്ന എല്ലാവരും കണ്ടല്ലോ. നമുക്ക് ഈസി ആയിട്ട് കൂർക്ക തൊലി കളഞ്ഞെടുക്കാം. ചിലർ പുഴുങ്ങിയിട്ടൊക്കെ എടുക്കും. പക്ഷെ അത് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ പോഷകഗുണങ്ങളൊക്കെ കുറേ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമ്മൾ ചാക്കിലോ തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള കവറിലോ വെച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പം തൊലി ഇളകി വരും. ഇത് ഏകദേശം 1 കിലോ ഉണ്ടായിരിക്കും കൂർക്ക. അതിനേക്ക് ആവശ്യമുള്ള കൂർക്ക ഉപ്പേരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. 2 വലിയ സവാള ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ 2 പച്ചമുളക്, അതുപോലെ തന്നെ ഇത് കണ്ടോ നമ്മുടെ ക്രഷ് ചില്ലി, അതായത് റെഡ് ചില്ലി നന്നായി പൊടിച്ചത്. അതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൂർക്കയായ കാരണം വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടാവട്ടെ. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. കടുകൊന്ന് പൊട്ടിട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അതായത് ചുവന്ന മുളക് ചതച്ചത് അത് ചേർത്ത് കൊടുക്കാം. ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ, കാരണം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ലോ ഫ്ലെയിമിലാണ്. ഓക്കെ. ഇനി സവാള ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന്, സവാള ഞാൻ അരച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. കാരണം അത് ഇതിലൊന്ന് കൂർക്കയിലൊന്ന് പുരണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ ഭാഗത്തും നല്ല ഒരു കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സവാള അരച്ചെടുത്തിട്ടുള്ളത്. 2 സവാള ഞാൻ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കടുകിൻ്റെ തന്നെ കടുക് കറിവേപ്പിൻ്റെ ഒക്കെ മണം. ഇപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പച്ചച്ചുവ മാറട്ടെ. പച്ചച്ചുവ മാറി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. നമ്മളിതിൽ കൂർക്ക വേവാനും നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും. കാരണം ഇതിൽ ഓൾറെഡി
ഗ്രേവി പോലെ നമ്മുടെ സവാള അരച്ചത് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. മറ്റേ മുളകുണ്ട്, ഇതിൻ്റെയും കൂടി ടേസ്റ്റ് ആവുമ്പോൾ നന്നായിരിക്കും. അതുകൊണ്ടാണ് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഇളക്കി നോക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കണം എന്തായാലും, എങ്കിലേ കൂർക്ക ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നിങ്ങൾക്ക് മഞ്ഞൾ വേണമെങ്കിൽ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ മഞ്ഞൾ ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിൽ കിടന്ന് വേവട്ടെ. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഒന്നുകൂടി കൂട്ടിയതിന് ശേഷം വല്ലാതെ കൂട്ടണ്ട, ഫുൾ ഹൈ ഫ്ലെയിമിലിടണ്ട. ഒന്ന് കൂർക്ക വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചൂട് മതി. നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതൊക്കെ നല്ല ആ സവാള അരച്ചതൊക്കെ ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. നന്നായി ഇതിലൊക്കെ നന്നായി പുരണ്ടിരിക്കുകയാണ്. എന്തോ ഇനി നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇടാം. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ അല്ലെങ്കിൽ കൂർക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുത്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.